വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു അതത്രയും നിങ്ങളുടെ എക്സാംസിൽ നിങ്ങളുടെ റാങ്ക് മുന്നിലോട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. സോ മാക്സിമം ഉള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the rocks formed due to solidification of molten mass laying below or above the earth's surface or core. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോൾട്ടൺ മാസ് സോൾഫിക്കേഷൻ സംഭവിച്ച് എർത്തിന്റെ ബിലോയിലും എബോയിലും ആയിട്ടൊക്കെ ഫോം ചെയ്യുന്ന റോക്കിനെ പറയുന്ന പേര്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇഗ്നിയസ് റോക്സ്. സെഡിമെന്ററി റോക്സ് എന്ന് പറയുമ്പോൾ ഡെപ്പോസിഷനോ അല്ലെങ്കിൽ വെതറിംഗ് പ്രോസസ്സ് വഴിയൊക്കെയാണ് നമുക്ക് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നത്. മെറ്റാമോർഫിക് റോക്സ് ആണെങ്കിൽ മെറ്റാമോർഫിക് ആക്ഷൻസ് ബേസ് ചെയ്തിട്ടാണ്. So second question, the sedimentary rocks are formed due to sedimentary rocks എങ്ങനെയാണ് ഫോം ചെയ്തേക്കുന്നതെന്നാണ്. സോൾഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാസ് ലേയിങ് ബിലോ ഓർ എബോവ് ദി എർത്ത് സർഫസ്. അതുതന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഇഗ്നിയസ് ആണ്, അപ്പോൾ അതല്ല. ഗ്രാജുവൽ ഡെപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ ലൈക്ക് സാൻഡ്, ക്ലേ എക്സെട്ര ജനറലി ബൈ സെറ്റിലിംഗ് വാട്ടർ. സോ അതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി നോക്കിക്കേ, ആൾട്ടറേഷൻ ഓഫ് ഒറിജിനൽ സ്ട്രക്ചർ അണ്ടർ ഹീറ്റ് ആൻഡ് എക്സസീവ് പ്രഷർ. അത് മെറ്റാമോർഫിക്കിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റോക്സ് ഫോംഡ് ഡ്യൂ ടു ഓൾട്ടറേഷൻ ഓഫ് ഒറിജിനൽ സ്ട്രക്ചർ അണ്ടർ ഹീറ്റ് ആൻഡ് എക്സസീവ് പ്രഷർ ആർ കോൾഡ് മെറ്റാമോർഫിക് റോക്ക്. ഇത് എഗ്രി ആണ്, ഓപ്ഷൻ എ ആണ്, കറക്റ്റ് ആണ്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, ഗ്രാനൈറ്റ് എന്തിന്റെ എക്സാമ്പിൾ എന്നാണ്. സോ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്സിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഗ്രാനൈറ്റിന്റെ കൂടെ തന്നെ അതിൽ വരുന്ന ഹൈപ്പർബേസലും ബസാൾട്ടും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് റോക്സ് എന്ന് പറയുമ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിസ്റ്റലൈൻ, ഗ്ലോസി ഓർ ഫ്യൂസ്ഡ് ടെക്സ്ചർ, foliated structure which is hard and durable, layers of different composition, color and structures, none of the above. Igneous rocks എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്രിസ്റ്റലൈൻ ആണ്, ഗ്ലോസി ആണ്, ഫ്യൂസ്ഡ് ടെക്സ്ചർ ആണ് വരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ലാട്രേറ്റ് ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ്. ലാട്രേറ്റ് എന്ന് പറയുന്നത് കെമിക്കലി എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നാണ്. സോ ലാട്രേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് കൂടെ നോക്കാം. കാൽക്കാരിയസ് റോക്സ്, ആർജിലീഷ്യസ് റോക്ക്, സിലീഷ്യസ് റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. അപ്പോൾ നമുക്ക് ലാട്രേറ്റ് എന്ന് പറയുന്നത് ആർജിലീഷ്യസ് ആണ്. ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കെമിക്കലി എന്നുള്ള ടേം ആണ്. ഇപ്പം ഈ കെമിക്കലി എന്നല്ല ജിയോളജിക്കലി എന്ന് ചോദിച്ചാൽ അവിടെ സെഡിമെന്റേഷൻ ഓപ്ഷനും ചിലപ്പോൾ സെഡിമെന്റേഷനും ആർജിലേഷ്യസും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരാം. അപ്പം കറക്റ്റ് ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. കെമിക്കലി എന്ന് പറഞ്ഞാൽ ആർജിലേഷ്യസ് ആയിരിക്കും, ജിയോളജിക്കലി എന്ന് പറയുമ്പം സെഡിമെന്ററി റോക്കാണ് വരുന്നത്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കാൽക്കാരിയസ് റോക്സ് ഹാവ് ഡാഷ് as the മെയിൻ കോൺസ്റ്റുവന്റ്. ഓപ്ഷൻസ് ലൈം ഓർ കാൽസ്യം കാർബണേറ്റ്, ക്ലേ ഓർ അലുമിന. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കാൽക്കാരിയസ് റോക്സിൽ ലൈം അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ആണ് വരുന്നത്, കണ്ടന്റ് കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്നീസ് ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ്. ശ്രദ്ധിക്കുക, ജിയോളജിക്കലി നല്ല പറഞ്ഞിരിക്കുന്നത്, ഗ്നീസ് കെമിക്കലി എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നാണ്. കാൽക്കാരിയസ് റോക്സ്, ആർജിലീഷ്യസ് റോക്ക്, സിലീഷ്യസ് റോക്ക്, നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്ക് ഗ്നീസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കെമിക്കലി വരുമ്പോൾ സിലീഷ്യസ് റോക്സ് ആണ്. 8ൽ സി ആണ് വരുന്നത്. ഗ്നീസ് എന്ന് പറയുന്നത് സിലീഷ്യസ് റോക്ക് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെഡിമെന്ററി റോക്ക്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് സെഡിമെന്ററി റോക്ക് എന്നാണ്. ലൈംസ്റ്റോൺ, ഗ്രാനൈറ്റ്, ഗ്നീസ്, ഡോളറേറ്റ്. സോ ഡൗട്ട് ഒന്നുമില്ലാതെ തന്നെ പറയാം എന്താണ് ലൈംസ്റ്റോൺ. നമ്മൾ സെഡിമെന്ററി റോക്ക് പറയുമ്പോൾ തന്നെ ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, ലാറ്ററേറ്റ്, ജിപ്സം ഇതിൻ്റെയൊക്കെ കാര്യം നമ്മൾ എക്സാമ്പിളിൽ പഠിക്കുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആർജിലീഷ്യസ് റോക്ക്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ആർജിലീഷ്യസ് റോക്സിന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കയോലിൻ, സ്ലേറ്റ്, ലാറ്ററേറ്റ്, ഓൾ ഓഫ് ദീസ് ആണ്. ഇതിൽ തന്നെ തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യനെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ലാറ്ററേറ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് കെമിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നതെന്നായിരുന്നു. സോ ആർജിലീഷ്യസ്. അപ്പോൾ ലാറ്ററേറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സ്ലേറ്റും കയോലിനും ഒക്കെ ആർജിലീഷ്യസിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ആർജിലീഷ്യസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ കയോലിൻ ഉണ്ട്, സ്ലേറ്റ് ഉണ്ട്, ലാറ്ററേറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ എക്സാമ്പിൾസ് ആയിട്ട് ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബൈ ഹാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിലീഷ്യസ് റോക്ക്. ഈ തന്നിരിക്കുന്നതിൽ
സിലീഷ്യസ് റോക്സിന്റെ എക്സാമ്പിൾ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ഗ്രാനൈറ്റ്, ഗ്നീസ്, ക്വാർട്സൈറ്റ്, ഓൾ ഓഫ് ദീസ്. സോ ഇതിൽ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പൊ ഗ്നീസിൻ്റെത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഗ്നീസ് എന്ന് പറയുന്നത് സിലീഷ്യസ് റോക്കിൽ വരുന്നതാണ്. അതുപോലെ ഗ്രാനൈറ്റും ക്വാർട്സൈറ്റും എല്ലാം തന്നെ സിലീഷ്യസിൽ വരുന്നതാണ്. സോ ആൻസർ ബി ആണ്, ഓൾ ഓഫ് ദീസ്. ലൈംസ്റ്റോൺ ഈസ് ഫിസിക്കലി ക്ലാസിഫൈഡ് ആസ് ഡാഷ് റോക്ക്. ലൈംസ്റ്റോൺ ഫിസിക്കലി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ്. ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ്. ലൈംസ്റ്റോൺ ഈസ് ഫിസിക്കലി ക്ലാസിഫൈഡ് ആസ് സ്ട്രാറ്റിഫൈഡ് റോക്ക് ആണ്. നെക്സ്റ്റ്, മ്യൂറം ഈസ് എ ഡീകമ്പോസ്ഡ് ലാറ്ററൈറ്റ് ആൻഡ് ഹാസ് ഡീപ്പ് ബ്രൗൺ ഓർ റെഡ് കളർ. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂറം എന്ന് പറയുന്നത് ഒരു ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ലാറ്ററൈറ്റ് ആണ്. കറക്റ്റ് തന്നെയാണ് ആ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹാസ് ഡീപ്പ് ബ്രൗൺ ഓർ റെഡ് കളർ ആണ്. അപ്പോൾ ഈ പറഞ്ഞ മ്യൂറത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മ്യൂറം എന്ന് പറയുന്നത് ഡീകമ്പോസ്ഡ് ലാറ്ററൈറ്റ് ആണ് ആൻഡ് ഹാസ് ഡീപ്പ് ബ്രൗൺ ഓർ റെഡ് കളർ ആണ് വരുന്നത്. 40th question, മാർബിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. മാർബിൾ എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ എന്നാണ്. മാർബിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റാമോർഫിക് റോക്ക് ആണ്. മാർബിൾ എന്ന് പറയുന്നത് മെറ്റാമോർഫിക് റോക്കിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ ലൈംസ്റ്റോൺ ഈസ് എ ടൈപ്പ് ഓഫ്. ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ലൈംസ്റ്റോൺ എന്തിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. സെഡിമെന്ററി റോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രാറ്റിഫൈഡ് റോക്ക്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്ട്രാറ്റിഫൈഡ് റോക്കിന്റെ കാറ്റഗറിയിൽ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, ഇഗ്നിയസ് റോക്സ്, ഓൾ ഓഫ് ദീസ്. അപ്പോൾ സ്ട്രാറ്റിഫൈഡിന്റെ നമ്മുടെ തൊട്ട് മുകളിൽ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും സെഡിമെന്ററിയുടെ എക്സാമ്പിളിൽ വരുന്നതാണ്. ഇതും ആൻസർ സെഡിമെന്ററി റോക്ക് ആണ്. കെമിക്കലി മാർബിൾ ഈസ് നോൺ ആസ്. കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ മാർബിൾ ഏതിലാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് കാൽക്കാരിയസ് റോക്ക് ആണ്. ആൻസർ വരുന്നത് കാൽക്കാരിയസ് റോക്ക്. കെമിക്കലി മാർബിൾ ഈസ് നോൺ ആസ് കാൽക്കാരിയസ് റോക്സ്. And thus slate in the form of tiles is used for paving, for wrought metal, as an excellent roof covering material for the manufacture of cement. അപ്പോൾ ആൻസർ വരുന്നത് നമ്മൾ റൂഫിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട് സ്ലേറ്റിന്റെ കാര്യം. ഓപ്ഷൻ സി ആണ്, ആസ് ആൻ എക്സലന്റ് റൂഫ് കവറിംഗ് മെറ്റീരിയൽ. ഗ്രാനൈറ്റ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്. ഗ്രാനൈറ്റിൽ എന്തൊക്കെ ചേർന്നിട്ടാണ് ഗ്രാനൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ആൻസർ വരുന്നത് ക്വാർട്സ്, ഫെൽസ്പാർ, മൈക്ക. ക്വാർട്സ്, ഫെൽസ്പാർ, മൈക്ക. ഇതാണ് നമ്മുടെ ആൻസർ. ഗ്രാനൈറ്റ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ക്വാർട്സ്, ഫെൽസ്പാർ ആൻഡ് മൈക്ക. ദെൻ സാൻഡ്സ്റ്റോൺ ഈസ്. സാൻഡ്സ്റ്റോൺ ഈ താഴെ തന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷനിൽ ഏതിലാണ് വരുന്നതെന്നാണ്. സെഡിമെന്ററി റോക്കിന്റെ എക്സാമ്പിളിലാണ് സാൻഡ്സ്റ്റോണും ലൈംസ്റ്റോണും ഒക്കെ വരുന്നത്. ദ റോക്സ് ഹാവിംഗ് അലുമിന ആൻഡ് ക്ലേ ആസ് ദെയർ മെയിൻ കോൺസ്റ്റുവൻസ് ആർ കോൾഡ്. ഈ പറയുന്ന അലുമിനിയം ക്ലേയും ഒക്കെ മെയിൻ കോൺസ്റ്റുവൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ ടൈപ്പ് റോക്സിനെ നമ്മൾ പറയുന്നത് ആർജിലീഷ്യസ് റോക്സ് എന്നാണ്. ആർജിലീഷ്യസ് റോക്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോൺ ഈസ് ഡാംപ് പ്രൂഫിംഗ്. ഈ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റോൺ ആണ് ഡാംപ് പ്രൂഫിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡാംപ് പ്രൂഫിംഗ് എന്ന് പറയുന്നത് സ്ലേറ്റ് ആണ്. ഈ തന്നിരിക്കുന്നതിൽ സ്ലേറ്റ് ആണ് ഡാംപ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാൻഡ്സ്റ്റോൺ കൺസിസ്റ്റ് ഓഫ്. സാൻഡ്സ്റ്റോൺ എന്തൊക്കെ ചേർന്നിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. കോഡ്സ്, ലൈം ആൻഡ് സിലിക്ക. കോഡ്സ്, ലൈം ആൻഡ് സിലിക്ക. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. കോഡ്സ്, ലൈം, സിലിക്ക. അതുപോലെ നമ്മൾ തൊട്ട് മുന്നേ ഗ്രാനൈറ്റ് ആണ് പറഞ്ഞിരുന്നത്. കോഡ്സ്, ഫെൽസ്പാർ, മൈക്ക. കോഡ്സ്, ഫെൽസ്പാർ, മൈക്ക. അതുപോലെ സാൻഡ്സ്റ്റോൺ, കോഡ്സ്, ലൈം ആൻഡ് സിലിക്ക. മാർബിൾ കണ്ടെയ്ൻസ് മോസ്റ്റ്ലി ലൈം ആൻഡ് സിലിക്ക. ഇത് കറക്റ്റ് ആണോ ഇല്ലേന്നാണ്. സോ കറക്റ്റ് തന്നെയാണ്. മാർബിളില് ലൈമും സിലിക്കയുടെ കണ്ടന്റും ആണ് മോസ്റ്റ്ലി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഗ്രാനൈറ്റ് ഈസ്. ഗ്രാനൈറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
70 to 130 മെഗാന്യൂട്ടൺസ് പെർ മീറ്റർ സ്ക്വയർ, mn per മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് 70 to 130 ആണ് ആൻസർ.